ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഓക്കെ, ഇത് ഒത്തിരി റിക്വസ്റ്റിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള 2 വീഡിയോസും കൂടി EMRS വേണ്ടി ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ EMRSന്റെ സ്റ്റാഫ് നഴ്സ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് സ്റ്റാഫ് നഴ്സ് റിക്രൂട്ട്മെന്റ് 2025, അതായത് സ്റ്റാഫ് നഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ സ്റ്റാഫ് നഴ്സിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് October 23, അതായത് ഈ മാസം 23-ാം തീയതിയാണ് നിരവധിയായിട്ടുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് അതായത് SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവര്, NCLന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവര് ഇവരൊന്നും സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വാങ്ങിക്കേണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്തതിനു ശേഷം, നാളെ അപ്ലൈ ചെയ്തതിനു ശേഷം പോയി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. വേറെ ഒന്നും ഇപ്പൊ വേണ്ട. അപ്പൊ ഓക്കെ, അപ്ലൈ ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. ഓക്കെ, കാരണം October 23 മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഈ സർട്ടിഫിക്കറ്റിലൊക്കെ പോയാൽ മതി. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നവർ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം എത്തിക്കുകയും ചെയ്യുക. എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ. ജോലിയില്ലാതെ നിൽക്കുന്നവര്, പഠിച്ചിട്ട് നിൽക്കുന്നവര്, എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് ജോലി വാങ്ങിക്കട്ടെ. അറിയാത്തവരുണ്ടെങ്കിൽ അവർ അറിയട്ടെ. അതിനുവേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബും അതിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യും. ഒത്തിരി പേരിലേക്ക് വീഡിയോ എത്തുകയും ചെയ്യും. ഓക്കെ, അതിലേക്ക് വരാം. ഓക്കെ, ഇനി നമ്മുടെ വേക്കൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വേക്കൻസി 550 ആണ്. 550 വേക്കൻസീസ് ആണ് സ്റ്റാഫ് നഴ്സിനെ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും അധികം വേക്കൻസികൾ ഈ അടുത്ത കാലത്തൊന്നും ഒരു ഏജൻസീസും വിളിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അതിൽ ജനറൽ കാറ്റഗറീസിൽ 224, EWSന് 55, OBCക്ക് 148, SC ഷെഡ്യൂൾഡ് കാസ്റ്റ് 82, ഷെഡ്യൂൾഡ് ട്രൈബ് 41, വിഷ്വലി എംപയർഡ് 7, അതുപോലെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർ 8, അതർ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 7, ESM അതായത് എക്സ് സർവീസ് മാന് 55. അങ്ങനെ മൊത്തം 550 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ അറിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതെ. ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. പലർക്കും സംശയമുള്ളതായിരുന്നു, അപ്ലൈ ചെയ്യാൻ മടിക്കുന്നതായിരുന്നു. അതായത് നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഉള്ളവർക്ക് BSc നഴ്സിംഗ് അഥവാ GNM ജനറൽ നഴ്സിംഗ്, GNM. ഓക്കെ, ജനറൽ നഴ്സിംഗ് പഠിച്ചവർക്ക് 2 പേർക്കും അപ്ലൈ ചെയ്യാം. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. രജിസ്ട്രേഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് RN or RM പഠിച്ചവർക്കും, അതായത് ഏതെങ്കിലും സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ഇത് 2 പഠിച്ച ആർക്ക് വേണമെങ്കിലും അപ്ലൈ. അപ്പൊ BSc നഴ്സിംഗുകാർക്കും അപ്ലൈ ചെയ്യാം, GNM പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഒരേ ഒരു പ്രത്യേകത ഇതിന്റെ കൂട്ടത്തിലുള്ള പ്ലസ്, നിങ്ങൾക്ക് 2.5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതായത് 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റലില് 2.5 വർഷം ഓക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്തായിട്ടുള്ള എക്സ്പീരിയൻസും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വേണം. അങ്ങനെയുള്ള എല്ലാ BSc നഴ്സിംഗുകാർക്കും, എല്ലാ ജനറൽ നഴ്സിംഗുകാർക്കും, RM-കാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ആ ക്വാളിഫിക്കേഷൻ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യം പറയാം. 35 വയസ്സാണ് ജനറൽ ഏജ് ലിമിറ്റ്. ഇനി EMRS ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അല്ലാതെ SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവര്, OBC കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കൊക്കെ സെൻട്രൽ ഗവൺമെന്റ് റിസർവേഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ 5 ഇയേഴ്സും OBC ആണെങ്കിൽ 3 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും. അപ്പൊ OBCക്ക് ആണെങ്കിൽ 38 വയസ്സ് വരെയും SC/STക്ക് ആണെങ്കിൽ 40 വയസ്സ് വരെയും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്ത നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം, എക്സ്പീരിയൻസ് വേണം ഞാൻ പറഞ്ഞു അല്ലെ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകൾക്ക്, ഫീമെയിൽസിന് അത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, SC/STക്ക് ആയിക്കോട്ടെ, PWD കാൻഡിഡേറ്റ് ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് only 500 രൂപ മാത്രമേ ഉള്ളൂ. only പ്രോസസിംഗ് ഫീ മാത്രമേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഫീ മാത്രമേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ഫീ ഇല്ല. ഫീമെയിലിന് only 500 ആണ് കേട്ടോ. ഇനി മെയില് ബാക്കിയുള്ളവർക്കെല്ലാം 500 രൂപ പ്രോസസിംഗ് ഫീസും അതുപോലെ തന്നെ 1500 രൂപ ആപ്ലിക്കേഷൻ ഫീ കൂടെ ചേർത്ത് ടോട്ടൽ 2000, ടോട്ടൽ 2000 രൂപയാണ് ഇതിന്റെ ഫീ ആയിട്ട് വരുന്നത്. മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് അടുത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡേറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞേ ഉള്ളൂ. 19 സെപ്റ്റംബർ 19 വിളിച്ചത്. ലാസ്റ്റ് ഡേറ്റ് October 23. ഈ മാസം 2-3 ദിവസം കൂടെ ഉള്ളു. ഓടിപ്പോയി പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ ഇതിന്റെ എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ ഇത് 2 ടയർ ആയിട്ടുള്ള എക്സാം ആണ്. 2 ടയർ ആയിട്ടുള്ള എക്സാം ആണ്. അതായത് ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു മെയിൻ എക്സാംസ് ഉണ്ടായിരിക്കും. പ്രിലിംസ് എന്ന് വെച്ചാൽ ജസ്റ്റ് എലിജിബിലിറ്റി എക്സാം ആണ്. ആ മാർക്ക് അവസാനം കൂട്ടുകയൊന്നുമില്ല. ജസ്റ്റ് സെക്കൻഡ് ടയറിലേക്ക്, മെയിൻസിലേക്ക് കടക്കാനുള്ള എക്സാം മാത്രമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. 100 മാർക്കിനാണ്. അത് ഓഫ്ലൈൻ എക്സാം ആണ്. പെൻ ആൻഡ് പേപ്പർ മോഡ് ഓഫ്ലൈൻ എക്സാം ആണ്. 2 മണിക്കൂറിലൂടെ നടക്കുന്ന 100 മാർക്കിന്റെ എക്സാംസ് ആണ്. അതിന്റെ
ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും നമ്മുടെ EMRS-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, KVS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള, NVS-ഉമായിട്ടും DT+V-ആയിട്ടും AUS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾ സ്റ്റാഫ് നഴ്സിന്റെ ആയാലും ലൈബ്രറി ആയാലും നോൺ ടീച്ചിങ്, ഫീമെയിൽ വാർഡൻ, മെയിൽ വാർഡൻ, അങ്ങനെ ഏത് JSA, ഏത് കോഴ്സ്, അതുപോലെ തന്നെ TGT, PGT എല്ലാ കോഴ്സിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിലേക്ക് 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം പാറ്റേണിലേക്ക് ടയർ 1 എന്ന് പറയുമ്പോൾ 10 മാർക്കിന്റെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോഴത്തെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ ആർട്സ്, ഇന്ത്യൻ കൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ചേർത്ത് 10 മാർക്ക്. പിന്നെ കുഞ്ഞ് റീസണിങ് 15 മാർക്ക്, ICT കമ്പ്യൂട്ടർ 15 മാർക്ക്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്, അതായത് സിമ്പിൾ മാത്സ് എന്ന് പറയുന്നത് 30 മാർക്ക്. ലാംഗ്വേജ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് 3 ലാംഗ്വേജുകളാണ്, ഇംഗ്ലീഷ്, ഹിന്ദി പ്ലസ് ഒരു റീജിയണൽ ലാംഗ്വേജ്. ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി ഓൾറെഡി നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും എഴുതിയിരിക്കണം. പിന്നെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 20ഓളം റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. അതില് നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ അങ്ങനെ ഏത് റീജിയണൽ ലാംഗ്വേജ് വേണോ സെലക്ട് ചെയ്യാം. എക്സാം എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യന്റെ ഭാഷയല്ല, അതൊരു പേപ്പർ തന്നെയാണ് റീജിയണൽ ലാംഗ്വേജ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയണൽ ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്യാം. ഹിന്ദി സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, മലയാളം സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഹിന്ദി സെലക്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി എന്ന് വരും. നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് എന്ന് വരും. നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്ന് വരും. അങ്ങനെ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 100 മാർക്കാണ് നിങ്ങളുടെ ഈ ടയർ 1 എക്സാം എന്ന് പറയുന്നത്. ടയർ 2ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജസ്റ്റ് സബ്ജക്ട് മാത്രമാണ്. മൊത്തം 55 ചോദ്യങ്ങള്, ടോട്ടൽ 55 ചോദ്യങ്ങള്. അതിൽ 40 ചോദ്യങ്ങള് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 15 ചോദ്യങ്ങള് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഈ 15 ചോദ്യത്തിന് 4 മാർക്ക് വെച്ച് മൊത്തം 60 മാർക്ക്. അങ്ങനെ 60 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 100 മാർക്കാണ് സെക്കൻഡ് ടൈമിന്റെ എക്സാം എന്ന് പറയുന്നത്. അത് ഓൺലി യുവർ സബ്ജക്ട്, നിങ്ങളുടെ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് മാത്രമായിരിക്കും ആ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അതാണ് ടയർ 2 എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ്, ടയർ 2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ EMRS-ന്റെ ജനറൽ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് 3 ദിവസം കൂടെ ഉള്ളൂ, October 23 ലാസ്റ്റ് ഡേറ്റ്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് ഞാൻ മുകളിൽ പറഞ്ഞ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് ഈ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇതിന്റെ ബാക്കിൽ നിന്ന് നോൺ ടീച്ചിങ്ങിന്റെ മറ്റു പോസ്റ്റുകൾ, ലൈബ്രറിയൻ, അതുപോലെ തന്നെ ഫീമെയിൽ വാർഡൻ, മെയിൽ വാർഡൻ, ലാബ് അറ്റൻഡന്റ്, അക്കൗണ്ടന്റ്, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് മുതലായ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒന്നും കൂടി പറയുന്നു, ഒക്ടോബർ 23 ആണ്. ഇന്ന് 20 ആയിട്ടുണ്ട്. October 23 ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.